ഗരുഡൻ മരിച്ചെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. സൂര്യവർദ്ധൻ പറഞ്ഞതുപോലെ കാഹളം കാത്തിരിക്കുകയായിരുന്നു. പലരുടെയും കണ്ണുകൾ നറാച്ചിയുടെ മേൽ പതിഞ്ഞു. പക്ഷെ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ എപ്പിക് കാർഡ് ഇപ്പോൾ നമ്മുടെ ഗെയിമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഈ ഫുട്ബോളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു എപ്പിക് കാർഡ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് ഷോർട്ട് ടൈം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബിഗ് ടൈം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പിക് കാർഡ് എന്താ വരാത്ത നോക്കിയിരിക്കായിരുന്നു. അപ്പോൾ നമ്മളുടെ വേൾഡ് കപ്പിൻ്റെ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരിത് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു എപ്പിക് കാർഡ് ഇപ്പോൾ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ കാർഡ് ഫസ്റ്റ് ലുക്ക് എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര പൊളിയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 105 ഓർഡർ റേറ്റിംഗ് പോണ്. 41 വയസ്സായ യങ്കായാണ്, അതുകൊണ്ട് 105 കുഴപ്പമില്ല അങ്ങനെ പറയാം. അപ്പോൾ ആളുടെ പാക്ക് നമ്മളുടെ ആ മാനേജർ പാക്ക് എടുക്കണോടത്തുണ്ട്. അപ്പോൾ പോർച്ചുഗലിൻ്റെ പ്രീമിയം പാക്കാണ്. അപ്പോൾ അതിൽ നമുക്ക് ക്യുക്ക് കൗണ്ടർ 90 പ്ലേ സ്റ്റൈൽ പോകുന്ന നമ്മളുടെ റോബർട്ടോ മാർട്ടിനസും നമ്മുടെ റൊണാൾഡോടൊപ്പം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോർച്ചുഗലിലെ പാക്കാണ്. അപ്പോൾ അത് എടുത്തിട്ടുള്ളൊരു ജസ്റ്റ് താഴെ കമൻറ്റ് ഇട്ട് ഗൈസ്. നമ്മുടെ റൊണാൾഡോ ഫാൻസിനൊക്കെ എന്തായാലും ഒരു തൃപ്തി വരുത്തുന്ന ഒരു പാക്ക് തന്നെയാണ് അത്, അതില്ല പറയണില്ല. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കളിപ്പിച്ചിട്ട് നോക്കി നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിത് എടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ടൈം റൊണാൾഡോ ഉണ്ട്. അപ്പോൾ ഇതിന് പോകണമെന്ന് ഞാൻ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് പോകാം എന്തായാലും. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ പ്രോഗ്രഷനൊക്കെ ഓട്ടോ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്പെഷ്യൽ പ്രോഗ്രഷൻ വേണമെങ്കിൽ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കണ്ടോ. അപ്പോൾ എന്തായാലും സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ 41 വയസ്സുള്ള യങ്കായ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. 187 ആളുടെ ഹൈറ്റ്, റൈറ്റ് ഫുട്ടഡ് ആണ്. അതുപോലെ തന്നെ ആൾ ഗോൾ പോച്ചർ കാർഡായിട്ട് വരുന്നത്. സംഭവമുള്ള പ്ലേസ് ഇത് പൊസിഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് വിങ് ഫോർവേഡ്, ലെഫ്റ്റ് മിഡ്ഫീൽഡ്, റൈറ്റ് വിങ് ഫോർവേഡ്, റൈറ്റ് മിഡ്ഫീൽഡ്, സെൻറ്റർ ഫോർവേഡ്, SS എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഇനി AMFക്ക് ആൾക്ക് വേണമെങ്കിൽ ബൂസ്റ്റർ കൊടുക്കാം. അപ്പോൾ പണ്ടത്തെ പ്രൈം റൊണാൾഡോ ഒക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത് പൊസിഷൻ കേട്ടോ. അതുപോലെ തന്നെ ഗോൾ പോച്ചറാണ്. പ്ലേ സ്റ്റൈൽസ് ഒക്കെ ട്രിക്കസ്റ്റർ, മാസിങ്, റണ്ണ്, സ്പീഡിയും, ബുള്ളറ്റ്, ഇൻവെസ്റ്റർ ആൻഡ് ലോങ് റേഞ്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി അടിപൊളിയാണ്. ഇനിയിപ്പോൾ ആളുടെ ഓവർ റേറ്റ് നോക്കുകയാണെങ്കിൽ 105 ആണ്. അപ്പോൾ അറ്റാക്കിങ് ഓവർ റേസ് 94 ഉണ്ട്. ബോൾ കൺട്രോൾ 84, ഡ്രിബിളിങ് 82. കുഴപ്പമില്ല പറയാം, അത്ര ടോപ്പൊന്നല്ല. സെൻറ്റർ ഫോറിൻ്റെ വെച്ച് ഇത് പറയുകയാണെങ്കിലും ടൈറ്റ് പോസ്റ്റ് 77 ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫിനിഷിങ് നോക്കുകയാണെങ്കിൽ 96 കിട്ടുന്നുണ്ട്, അടിപൊളി ഞാൻ കുഴപ്പമില്ല. അതുപോലെ ഹെഡിങ് 84, സെറ്റ് പീസ് 82, കീൾ 84. കുഴപ്പമില്ല. ഹെഡിങ് ഒക്കെ അറിയാലോ, റൊണാൾഡോയുടെ എത്ര വലിയ എബിലിറ്റി പോയാലും ഫ്ലെക്സിബിലിറ്റി ഒക്കെ കുറഞ്ഞിട്ടുണ്ട് റിയൽ ലൈഫിൽ. പക്ഷേ അണ്ണൻ എയറിലും നിന്നോടത്തുനിന്ന് അടിക്കും. ഇപ്പോൾ അണ്ണൻ ബെസ്റ്റാണ്, നിന്ന് കളിക്കാൻ അണ്ണൻ എപ്പോഴും ബെസ്റ്റാണ്, അത് അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ സ്പീഡ് 91 ഉണ്ട്, ആക്സിലേഷൻ 89 ഉണ്ട്. കുറച്ച് കുറവാണ്, എങ്കിൽ കൂടിയും അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കിക്കിംഗ് പവർ 94 ഉണ്ട്, ജമ്പിങ് 89 സെറ്റിനാണ് കേട്ടോ. പിന്നെ ഫിസിക്കൽ കോണ്ടാക്ട് 85, ബാലൻസ് 80. ബാലൻസ് ഒക്കെ റിയൽ ലൈഫ് പോലെ തന്നെ കുറച്ച് കുറവാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. നിലവിൽ അറിയാലോ ഏജ്, നമ്മൾ റൊണാൾഡോയുടെ കുറ്റം പറയില്ല. റൊണാൾഡോയുടെ കളി ഇപ്പോഴും കാണുന്നവർക്കറിയാം. ആളുടെ പണ്ടത്തെ കളിച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നിരാശയാണ് ഇപ്പോൾ കളിക്കുമ്പോൾ. ബാലൻസ് ഇല്ല, ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ ആ രീതിക്ക് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റാമിന 82, ഒരു 80 മിനിറ്റൊക്കെ വരെ അല്ലെങ്കിൽ ഒരു 75 മിനിറ്റ് വരെയൊക്കെ നമുക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് കളിപ്പിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അവളുടെ വീക്ക് ഫുട്ട് യൂസേജ് ഒക്കേഷനിൽ ആൻഡ് വീക്ക് ഫുട്ട് ആക്യുറസി വെരി ഹൈ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹൈ കൊടുക്കേണ്ടതാണ് എല്ലാം. അതിലെ ഫോം സ്റ്റാൻഡേർഡ്, ഇഞ്ചർ ഡിസ്റ്റൻസ് ഹൈ ആട്ടോ. ഇഞ്ചറൊന്നും ആൾക്കധികം പറ്റില്ല, അത് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഉള്ള ബൂസ്റ്റർ കൊടുത്ത് ബ്രേക്ക് ത്രൂ ആണ്. ഇത് നിങ്ങൾ സ്ട്രൈക്ക് അസിസ്റ്റൻ്റ് കൊടുത്താൽ മതി, അതായിരിക്കും ബെറ്റർ കേട്ടോ. അതുപോലെ തന്നെ ആളുടെ പ്ലേ സ്കിൽസ് വന്നിരിക്കുന്നത് മെയിൻ സ്കില്ല് നമ്മുടെ വിൽ പവർ ആട്ടോ, ഞാൻ പറഞ്ഞിരുന്നില്ല. സോ വിൽ പവറിൻ്റെ സ്കില്ലാണ് വന്നിരിക്കുന്നത്. അതുപോലെ സിസിയോ റിഫൈൻഡ് ഉണ്ട്, ഹെഡിങ് ഉണ്ട്, ലോങ് റേഞ്ച് കേളർ ഉണ്ട്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഉണ്ട്, ആക്രോബാറ്റ് ഫിനിഷിംഗ് ഉണ്ട്, ഫസ്റ്റ് ടൈം ഷോട്ട് ഉണ്ട്, പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്, ക്യാപ്റ്റൻസി ഉണ്ട്, ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങളൊരു ഡബിൾ ടച്ച് കൊടുക്കുക, പിന്നെ ഒരു റേസിംഗ് ഷോട്ട് കൊടുക്കുക, 1 ടച്ച് പാസ്, ത്രൂ പാസിങ്. ഞാനിപ്പോൾ ഇത് കിട്ടിയതെടുത്ത് കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കൊടുത്തതിന് അടിപൊളിയായി. പിന്നെ ഒരു ഗെയിംമാൻഷിപ്പും കൊടുത്തു. അപ്പോൾ ഇത്രയും കൊടുത്താൽ നമുക്ക് റൊണാൾഡോനെ വെച്ചിട്ട് അത്യാവശ്യം ടോപ്പായിട്ട് തന്നെ കളിപ്പിക്കാൻ പറ്റുട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം റൊണാൾഡോയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ ബിഗ് ടൈം റൊണാൾഡോനെ കിടത്തി വെട്ടിക്കാനുള്ള പെർഫോമൻസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കാർലോസ് എടുത്തേ. ഓക്കെ, റൈസ് ടു കാർലോസ് ടു ഡെൽപ്യൂറോ ടു റൈസ് ടു റൊണാൾഡോ. ടേൺ എടുക്കാം. റൊണാൾഡോ ഓക്കെ, നൈസ്, അടുപ്പിച്ച് നോക്കാം. റൊണാൾഡോ ഓ സൈഡിൽ കൂടെ പോയി. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നൈസ് ട്രൈ ആയിരുന്നു. പന്തെടുക്കുമ്പോഴത്തേ ഓക്കെ, റോബർട്ടോ കാർലോസ് നൈസ് ഇൻട്രസ്റ്റ്. ബറേസി ടു റൈസ് ടു എട്ടോ ടു പെലെ ടു റൊണാൾഡോ ടു എട്ടോ. ത്രൂ തള്ളാം. റൊണാൾഡോ പോണ്ട്. റൊണാൾഡോ സൈഡിക്ക് വന്ന് അടുപ്പിച്ച് നോക്കാം. റൊണാൾഡോ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ റൊണാൾഡോ സ്കോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കളി തന്നെ മൂപ്പര് സ്കോർ ചെയ്തിട്ടുണ്ട്.
നൈസ് ഒരു റണ്ണായിരുന്നു, പാസ് ആൻഡ് മൂവ് ആയിരുന്നു. അപ്പോൾ എന്തായാലും 8 ഒരു അസിസ്റ്റ് റൊണാൾഡോ സ്കോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇല്ലേ ഓക്കെ റൈസ്, ഓക്കെ കാർലോസേ, ഓക്കെ റൈസ് ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ. ടേൺ വരാം, ഓക്കെ അടുപ്പിച്ച് നോക്കാം റൊണാൾഡോ. യോടാ പോസ്റ്റും അടിച്ചു പോയടാ. ഓക്കെ എഡ്മിൽസൺ എടുത്തിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് എട്ടോ വെച്ചു പെലെ വെച്ച് റൊണാൾഡോ. ഡബിൾ ടച്ച് ഇട്ട് അടുപ്പിച്ച് നോക്കാം റൊണാൾഡോ. ശേ ഡബിൾ ടച്ച് എനിക്ക് കണക്റ്റ് ആയില്ല. റൈസ് ഓക്കെ പെലെ എടുത്തിട്ടുണ്ട്, പെലെ ഒന്ന് ഷീൽഡ് ചെയ്യുക. ഓക്കെ റൊണാൾഡോ ഫ്രീ ആയിട്ട് റൊണാൾഡോ ഡബിൾ ടച്ച് ഇട്ട് റൊണാൾഡോ അടിക്കുക. റൊണാൾഡോ ലെറ്റ്സ് ഗോ, വാട്ട് എ റോക്കറ്റ് ഫ്രം റൊണാൾഡോ ഗൈസ്. റൊണാൾഡോ ഒരു കിഡിലൻ ഗോൾ ട്ടോ ബോക്സിൻ്റെ പുറത്തുനിന്ന്, ഒന്നും പറയാല. സുയിനുള്ള സ്പെഷ്യൽ സെലിബ്രേഷൻ ആണ് അത് എപ്പോഴൊക്കെ ഉള്ളാട്. തീ ഗോള് ഏതാ അടി മോനെ, അവൻ കാണ്ടിട്ടോ വന്നു അസിസ്റ്റു പെർഫെക്റ്റ് ഡബിൾ ടച്ച് ആൻഡ് ബൂം. ഓ റോക്കറ്റ് റൊണാൾഡോ. ഓക്കെ റൊണാൾഡോ ആണ്, ഒന്ന് ഡബിൾ ടച്ച് ഇടാം. ഓക്കെ നൈസ് വൺ, ഓക്കെ അടുപ്പിച്ച് നോക്കാം റൊണാൾഡോ. ഏടാ റെഡ് കിട്ടില്ല, എല്ലോ ആയിരിക്കും. ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട്, എന്തായാലും റൊണാൾഡോൻ്റെ ഫ്രീ കിക്ക് അടുപ്പിച്ച് നോക്കാം. നല്ലൊരു പൊസിഷനായിരുന്നു, എന്തായാലും കയറേണ്ട ഗോളായിരുന്നു അത്. ആ കുഴപ്പമില്ല കേട്ടോ, നൈസ് ഒരു ആങ്കിളാണ്. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് ഒന്ന് ഐഡ് ചെയ്ത്. അയ്യേ എടാ കേളി ശരിക്കും വന്നിട്ടില്ല, കയറി നോക്കാട്ടോ. ഡിപ്പായിരിക്കും വന്നിട്ടില്ല അത്. ഷേ ഡിപ്പ് വന്നില്ലടാ, കുഴപ്പമില്ല. കില്ലിൻ്റെ അടുത്ത് കില്ലിന് ആൻഡ് ഇറ്റ്സ് കഫു ടു എഡ്മിൽസൺ ടു റൈസ് ടു റൊണാൾഡോ ടു ഡെൽപ്യൂറോ. ത്രൂ തള്ളാം. ഓക്കെ റൊണാൾഡോ ടേൺ എടുക്കാം. ഓക്കെ നൈസ് വൺ, ഒന്നും ടേൺ എടുക്കാം. എൻ്റെ അളിയ കിടിലൻ ട്രിപ്പിള് അളിയ. എടാ അത് കിടിലൻ ഗോളായിട്ടോ. ഞാൻ ആ കൺജസ്റ്റർ ഏരിയയിൽ നിന്ന് ഇങ്ങനെ പന്തെടുക്കും വിചാരിച്ചില്ല അണ്ണൻ. ടോപ്പ് ഗോൾ എടുത്തിട്ടുണ്ട് കഫു ടു റൈസ് ടു എട്ടോ ടു റൊണാൾഡോ. ഡബിൾ ടച്ച് ഇടാ അടുപ്പിച്ച് നോക്കാം റൊണാൾഡോ. ചേടാ സേവിടാ ടീ കഫു എടുത്തേ. ഓക്കെ എട്ടോ ടു റൈസ് ടു കാർലോസ്. അയ്യേ കാർലോസ് എടുത്തേ. ഓക്കെ റൊണാൾഡോക്ക് വെക്കാം. ഓക്കെ റൊണാൾഡോ അയ്യടാ സേവ് ഇട്ട്. ക്ലസ്റ്റർ കഫു. ഓക്കെ കാർലോസ് എടുത്തിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് ഡെൽപ്യൂറോ അണ്ണ റൺ എടുക്കുന്നുണ്ട്. ത്രൂ തള്ളാം. ഓക്കെ അണ്ണന് വെച്ചിട്ടുണ്ട്. ഓക്കെ ഒരു കേൾ കൊടുക്കാം. അയ്യേ സേവ് ആയിടാ. ഓക്കെ അണ്ണൻ എടുത്തിട്ടുണ്ട് കേട്ടോ അണ്ണൻ. ഓക്കെ ഡബിൾ ടച്ച് ഇടാം. ഓക്കെ മാർസലറ്റ് ചെയ്യണം. ഒന്ന് ഫൗൾ അല്ലേ അത്. എടാ അണ്ണൻ എടുക്ക്. ഓക്കെ അണ്ണൻ എടുത്തിട്ടുണ്ട് കേട്ടോ അണ്ണൻ ഡബിൾ ടച്ച് ഇട്ട് അടുപ്പിച്ച് നോക്കാം. അണ്ണൻ എൻ്റെ പൊന്നേ ഗായ്സ്, ഒരു റോക്കറ്റ് അല്ലേ അത് പോയത്. ഏതാടി വിൽ പവർ പൊളി. നെയ്മർ ആൻഡ് ഇറ്റ്സ് ഡിറോസി നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ റൊണാൾഡോ. ഓക്കെ ടേൺ എടുക്കാം. നൈസ് വൺ റൊണാൾഡോ. ഓക്കെ അടുപ്പിച്ച് നോക്കാം റൊണാൾഡോ. അയ്യേ നല്ല അടിയായിരുന്നു, നല്ല പവർ ഉണ്ടായിരുന്നു, പക്ഷേ കയറിയില്ല. എടുത്ത് ചില്ലിനി എടുത്തിട്ടുണ്ട്. ഓക്കെ ചില്ലിനി ആൻഡ് ഇറ്റ്സ് ബറേസി ടു റൈസ് ടു ഡെൽപ്യൂറോ ടു അണ്ണൻ ടു ഡെൽപ്യൂറോ. ഓക്കെ അണ്ണൻ എടുക്കണ്ണ. ഓക്കെ നൈസ് അണ്ണൻ. ഓക്കെ ടേൺ വരാം. ഡബിൾ ടച്ച് അടുപ്പിച്ച് നോക്കാം അണ്ണൻ. എൻ്റെ പൊന്നേ എടാ റോക്കറ്റ് കയറുന്ന പോലത്തെ അടിയോളം വരിട്ട് ഒരു രക്ഷയില്ല. വിൽ പവറിൻ്റെ പവർ ശരിക്കും കാണിക്കുന്നുണ്ട്. എന്നാ പേട പഠിക്കണേ. ഓക്കെ എട്ടോ ടു പെലെ ടേൺ എടുക്കാം. ഓക്കെ പെലെ ടു കഫു ടേൺ വരാം. നൈസ് വൺ ആൻഡ് ഇറ്റ്സ് പെലെ വെച്ച് റൊണാൾഡോ. ടേൺ എടുക്കാം. അടുപ്പിച്ച് നോക്കാം റൊണാൾഡോ. എൻ്റെ അളിയാ വീക്കുട്ടോണ്ട് ഒരു വെടി. ഇയാള് രണ്ട് കാലും പെട്ടെന്നാടാ. ഡെൽപ്യൂറോ ടു റൊണാൾഡോ. ടേൺ വരാം. ഓക്കെ നൈസ് വൺ റൊണാൾഡോ. ഓക്കെ അടുപ്പിച്ച് നോക്കാം റൊണാൾഡോ. എടാ പോസ്റ്റും അടിച്ചറാ. ഓക്കെ ഡെൽപ്യൂറോ കീഴ് കൊടുക്കാം. ഷേ പോസ്റ്റും അടിച്ചു പോയടാ, നല്ല ട്രൈ ആയിരുന്നു. എടുക്ക്. ഓക്കെ അരിയണ്ണ എടുത്തിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് എഡ്മിൽസൺ പാസ് ടു ഡെൽപ്യൂറോ റൊണാൾഡോ ഡബിൾ ടച്ച് ഇടാം. എടാ മാസറിട്ടാണ് വന്ന്. ഓക്കെ അടുപ്പിച്ച് നോക്കാം റൊണാൾഡോ. എടാ റോബർട്ടോ കാർലോസ് ത്രൂ ബോൾസ് റൊണാൾഡോ. ഓക്കെ നൈസ് ഡ്രിബ്ലിംഗ്. റൊണാൾഡോ കേൾ കൊടുക്കാം. റൊണാൾഡോ ലെറ്റ്സ് ഗോ. അഗെയിൻ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് റൊണാൾഡോ. ഹാട്രിക് ഗോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒറ്റയാണ്ടോ ലിയോ ഡിർ. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് റൈസ് ടു എട്ടോ. ത്രൂ തള്ളാം. റൊണാൾഡോ റൺ എടുക്കുന്നുണ്ട്. ഓക്കെ നൈസ് ആക്സലേഷൻ. കേൾ കൊടുക്കാം റൊണാൾഡോ. അടിപൊളി ഗൈസ്, വീണ്ടും നൈസ് ഒരു ഗോളായിരുന്നു, നല്ല റണ്ണായിരുന്നു റൊണാൾഡോയുടെ. കറക്റ്റ് ടൈമിങ്ങിന് പാസും വന്നു കേട്ടോ. പാസ് ടു റൊണാൾഡോ ടു എട്ടോ. ത്രൂ തള്ളാം. പെലെ പോ. ഓക്കെ പെലെ എടുത്തിട്ടുണ്ട്. റൊണാൾഡോക്ക് വെക്കാം. റൊണാൾഡോ ഓ പിന്നെ ഫിനിഷിങ് ഇല്ല, എന്നാലും ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ സാധനം. അതെന്തായാലും കിടിലൻ ഗോളായി എന്ന് പറയാം. അല്ല ഓപ്പൺ പോസ്റ്റ് ആണ്. നൈസ് ഗോൾ. ഫോർലാൻഡ്. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ബറേസി ടു റൈസ് ടു ഡെൽപ്യൂറോ ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ. ടേൺ വരാം. ഓക്കെ റൊണാൾഡോ അടുപ്പിച്ച് നോക്കാം. റൊണാൾഡോ അയ്യേ.
ഓക്കെ പെലെയാണ്, ഒരു ക്രോസ് വെക്കാം, റൊണാൾഡോ എത്തി, റൊണാൾഡോ അപ്പോൾ ഒരു ഹെഡർ ഗോളും കൂടി വന്നിട്ടുണ്ട് റൊണാൾഡോയുടെ. ആയിത്തടി കയറണമായിരുന്നു, അതായിരുന്നു രസം. നല്ല പവർഫുൾ ഷോട്ടായിരുന്നു. റൈസ് എടുത്തിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് റൈസ് ടു ഡെൽ പ്യൂറോ ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ ത്രൂ ബോൾ ടു റൈസ് ആൻഡ് എട്ടോ റൊണാൾഡോ ആക്സിലേറ്റ് ചെയ്തേ. ഓക്കെ റൊണാൾഡോ അടുപ്പിച്ച് നോക്കാം, റൊണാൾഡോ അതൊക്കെ പിന്നെ റൊണാൾഡോ മിസ് ചെയ്യും. അമ്മാതിരി റെഡാ പോയത് എടാ പേട്ടാ ഒരു രക്ഷയില്ല. ഓക്കെ നമ്മളെടുത്തിട്ട് എഡ്മിൽസൺ ആൻഡ് ഇറ്റ്സ് പെലെ ടു റൊണാൾഡോ ഡബിൾ ടച്ച് എടാ പന്ത് പോയി. ഓക്കെ ഡെൽ പ്യൂറോ റൊണാൾഡോ കീഴ് കൊടുക്കാം, റൊണാൾഡോ ആടാ അത് കയറിയോ എടാ ഏതാ പൊതല്. 2 കാലം കൊണ്ട് പെട ഷോട്ടുകളും ഒരു രക്ഷയില്ല. അപ്പോൾ കൈസ് നമ്മളവിടെ റൊണാൾഡോനെ വെച്ചിട്ട് കുറച്ച് കളിയൊക്കെ കളിപ്പിച്ച എൻ്റെ പൊന്നളിയാ കാർഡ് ഫസ്റ്റ് ഇംപ്രഷനായിട്ട് പറയുന്നത് ടോപ്പ് പെർഫോമൻസ്. ഒരു രക്ഷയില്ല, എല്ലാ കളിയും ഗോൾ അടിച്ചിട്ടുണ്ട്, 2-3 ഹാട്രിക്കും കിട്ടി. ടോപ്പ് പെർഫോമൻസ് ആയിട്ട് വന്നത് സത്യം പറയാലോ. ഫസ്റ്റ് ടൈം കളിക്കാൻ നല്ല ഇമ്പ്രഷൻ ഉണ്ട്, ഇല്ല പറയുന്നില്ല. മറ്റ റൊണാൾഡോടെ എത്ര അടിച്ചാൽ മറ്റ റൊണാൾഡോ തുടക്കത്തിൽ കളിക്കുമ്പോൾ നമുക്ക് ഇതന്നെയായിരുന്നു റിസൾട്ട് അറിയാലോ. നമുക്ക് ഫസ്റ്റത്തെ ഒരു 4 കളിയിൽ നിന്ന് അല്ല 6 കളിയിൽ എത്ര 5 അസിസ്റ്റ് ഒക്കെ അടിച്ചിട്ടാണ് നമ്മുടെ ബിഗ് ടൈം റൊണാൾഡോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തന്ന്. അപ്പോൾ ഇതും നല്ല പെർഫോമൻസ് വരുന്നുണ്ട്, മോശം പറയാനില്ലാത്തൊരു കാർഡ് തന്നെയാണ്. പിന്നെ ഈ 2000 കോയിൻ കൊടുത്ത് ഈ കാർഡ് കിട്ടണത് കുറച്ച് വെറുത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഫസ്റ്റ് ടൈം കളിപ്പിച്ചപ്പോൾ. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഡൗൺ ആവും അപ്പ് ആവും എന്നറിയില്ല. ആദ്യം കളിപ്പിച്ചപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അതിനില്ല എന്ന് പറയണില്ല. പിന്നെ റോബർട്ടോ മാർട്ടീനസിൻ്റെ മാനേജർ കാർഡ് വെച്ചിട്ട് തന്നെയാണ് കളിച്ചത്, കുഴപ്പമില്ല. ബാക്ക് എന്നാലും പടക്കം പൊട്ടിട്ടുണ്ട്. ആസ് യൂഷ്വൽ ക്വിക്ക് കൗണ്ടറിനുള്ള ഒരു പ്രശ്നമാണ് അത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കാണിക്കേണ്ട ചെറുതായിട്ട്. എന്നാലും റൊണാൾഡോയുടെ കാർഡ് നിങ്ങൾ പറയും നല്ല അടിയെല്ലാം അടിച്ച് വെടിച്ചില്ല സാധനങ്ങളൊക്കെ വന്നിട്ടില്ലേ, വിൽ പവറിൻ്റെ നല്ല എഫക്റ്റീവ് സാധനങ്ങൾ വന്നു. ഒരു സ്കില്ല് കൂടി കൊടുക്കായിരുന്നു. പിന്നെ ഇത് 2000 നമുക്ക് തരണോട്ട് പിച്ചിട്ട് തരുന്ന പോലെ അവന്മാർ ഒരു സ്കില്ല് ഇട്ടുക എന്നുള്ളൂ. അത് അവന്മാർ തണ്ടിത്തരം തന്തയില്ലായ്മ എന്ന് പറയുകയാണെങ്കിൽ. എന്തായാലും ഗൈസ് ഫസ്റ്റ് ഇംപ്രഷനിൽ ഞാനൊന്ന് മയങ്ങി ചെറുതായിട്ടൊന്ന്, അത്യാവശ്യം കുഴപ്പമില്ല. ഒരു ഈ 2000 കോയിൻ്റെ ബാക്കല്ലേ 10 ഒരു 8 കൊടുക്കുക, അതിനുള്ള പെർഫോമൻസ് തന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇത് കളിപ്പിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. ഇപ്പോൾ റിവ്യൂ ചിലപ്പോൾ നാളെ വരും, അല്ലെങ്കിൽ ഇന്ന് വരും എന്തായാലും. ഇപ്പോൾ എന്തായാലും റിവ്യൂവിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീട്ടിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത മെസ്സിയുടെ എമാലിൻ്റെ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.